ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നായിരുന്നല്ലോ സഞ്ജു സാംസൺ എന്നൊരു മലയാളി ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ആവേശത്തിലും ത്രില്ലിലുമൊക്കെയാണ് ഇപ്പോഴും ക്രിക്കറ്റ് പ്രേമികളുള്ളത്. എന്തൊരു ഇന്നിംഗ്സ് ആയിരുന്നു അത്! അതിനെക്കുറിച്ച് എത്ര പറഞ്ഞു പുകഴ്ത്തിയാലും മതി വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇന്നലത്തെ ആ ഒരൊറ്റ മത്സരത്തിലൂടെ സഞ്ജു സാംസൺ കുറിച്ചത് നിരവധി റെക്കോർഡുകളാണ്. ആ ഒരു ലിസ്റ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് പരിശോധിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, T20 വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ചേസിംഗിൽ ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാൻ നേടുന്ന ഏറ്റവും വലിയ സ്കോറാണത്. വിരാട് കോഹ്ലി സഞ്ജു സാംസൺ മറികടന്നിരിക്കുന്നത്. യെസ്, കിങ് കോഹ്ലി അടക്കി ഭരിച്ചിരുന്ന ആ ഒരു വലിയ റെക്കോർഡ് ഇപ്പോൾ മലയാളി താരം സഞ്ജു സാംസണിന്റെ പേരിൽ. 2016 വേൾഡ് കപ്പിൽ വിരാട് കോഹ്ലി ഓസ്ട്രേലിയക്കെതിരെ പുറത്താവാതെ നേടിയ 82 റൺസ് ആയിരുന്നു T20 വേൾഡ് കപ്പിൽ ഒരു ചേസിംഗിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു റെക്കോർഡ് ഇപ്പോൾ സഞ്ജു സാംസൺ 50 പന്തിൽ 97 റൺസിന്റെ തകർപ്പൻ ഇന്നിംഗ്സോടുകൂടെ സ്വന്തം പേരിൽ കുറിച്ചിട്ടുള്ളതും. അടിക്കുമ്പോൾ ദാണ്ടെ ഇങ്ങനെ അടിക്കണം, റെക്കോർഡുകളൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു ഒന്നൊന്നര അടി. മറ്റൊരു കിടിലൻ റെക്കോർഡ് എന്തെന്ന് വെച്ചാൽ മോസ്റ്റ് റൺസ് ഫോർ ഇന്ത്യ ഇൻ ആൻ ഇന്നിംഗ്സ് ഇൻ T20 വേൾഡ് കപ്പ് ഹിസ്റ്ററി. T20 വേൾഡ് കപ്പിന്റെ ചരിത്രത്തിലെ ഒരു മത്സരത്തിൽ ഏറ്റവും അധികം റണ്ണടിക്കുന്ന രണ്ടാമത്തെ താരമായി സഞ്ജു സാംസൺ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. സുരേഷ് റെയ്നയാണല്ലോ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ സെഞ്ചുറി അടിച്ച ഒരേ ഒരു താരം. അദ്ദേഹം തന്നെയാണ് വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം റണ്ണടിച്ച ഇന്ത്യക്കാരിൽ ഒന്നാമത് നിൽക്കുന്നതും. രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ സഞ്ജു സാംസൺ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. 97 റൺസ് ആണല്ലോ സഞ്ജു ഇന്നലെ കുറിച്ചിട്ടുള്ളതും. അതേ, രോഹിത് ശർമ്മ 94 റൺസ് എടുത്തതായിരുന്നു ഇതുവരെ T20 വേൾഡ് കപ്പിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറിൽ രണ്ടാമത് നിൽക്കുന്നുണ്ടായിരുന്നത്. അതും സഞ്ജു മറികടന്നിരിക്കുന്നു. ഏതായാലും ഇന്നലെ മത്സരത്തിന് ശേഷം സഞ്ജു സാംസണിനെ വാഴ്ത്തിക്കൊണ്ട് ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതെ, തീർച്ചയായും ഇതൊരു മികച്ച അനുഭവമാണ്. ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരം പോലെയായിരുന്നു ഇതും. ഏതായാലും നമ്മുടെ ടീം കാണിച്ച മനോഭാവം മികച്ചതായിരുന്നു. ഗുഡ് തിങ്സ് വിൽ ഹാപ്പൻ ടു ഗുഡ് പീപ്പിൾ. അതെ, നല്ല മനുഷ്യന്മാർക്ക് നല്ലത് സംഭവിക്കുക തന്നെ ചെയ്യും. കുറച്ച് കാത്തിരിക്കണമെന്ന് മാത്രം. സഞ്ജു സാംസന്റെ കാര്യത്തിലും ഇത് മാത്രമാണ് സംഭവിച്ചതും. ടീമിൽ ഇല്ലാതിരുന്നപ്പോൾ അവൻ ചെയ്ത കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇപ്പോൾ സഞ്ജുവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെയാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ വാക്കുകൾ. അതെ, തീർച്ചയായിട്ടും സഞ്ജു സാംസണിനെ പ്രശംസ കൊണ്ട് മൂടുകയാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.